നമസ്കാരം, ഞാൻ അംബിക രമേശ്. തനിമ ബ്യൂട്ടി ലോഞ്ച് ഒരു അടിപൊളി ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മുടി നല്ല പോലെ വളരാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഓയിലാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. 30 ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ 30 ഇൻഗ്രീഡിയൻസിനെയും കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും ഒരു കൺഫ്യൂഷൻ വരില്ല. ഇതാണ് 30 ഇൻഗ്രീഡിയൻസ്. ഇത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. 20 ചെമ്പരത്തിപ്പൂവ്, 1 പിടി കറിവേപ്പില, 10 പേരയില, 1 പിടി തുളസിയില, 1 പിടി ചെമ്പരത്തിയില, 10 വെറ്റില, കയ്യൂന്നിയില. ഇത് 1 പിടിയല്ല, ഇത് കുറച്ച് കൂടുതൽ ചേർത്ത് എത്രയും ചേർക്കും അത്രയും നല്ലതാണ്. കരിന്നുച്ചിയില, പിടി മൈലാഞ്ചിയില, പിടി പൂവാങ്കുരുന്നില എടുക്കുമ്പോൾ അതിൻ്റെ വേരോട് കൂടെ എടുക്കണം. ചതച്ചതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 തണ്ട് അലോവേര, തെറ്റിപ്പൂവ് 1 പിടി. 13 ഇലവർഗ്ഗങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇത് ഇഞ്ചി, അത് 1 പീസ്. നെല്ലിക്ക ഒരു 4-5 എണ്ണം. ഇത് ചെറിയ ഉള്ളി, അത് 1 പിടി. ഉലുവ മുളപ്പിച്ചത് 1 പിടി. ചെറിയ ജീരകം നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്, അത് 2 സ്പൂൺ. 3 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം, 3 ടേബിൾ സ്പൂൺ എള്ള്, 3 ടീസ്പൂൺ കുരുമുളക്, കർപ്പൂരം ഒരു 2 സ്പൂൺ, 100 ഗ്രാം അഞ്ചനക്കല്ല്, ഗ്രീൻ ടീ 3 സ്പൂൺ. ഇനി വേണ്ടുന്നത് ഇത് കാച്ചാനുള്ള എണ്ണയാണ്. വെളിച്ചെണ്ണ 2 ലിറ്റർ, 200 ഗ്രാം ആവണക്കെണ്ണ, 200 ഗ്രാം നല്ലെണ്ണ. ഇലവർഗ്ഗങ്ങളും ഈ പൂവും, ചെമ്പരത്തിപ്പൂവും തെറ്റിപ്പൂവും, അത് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. ഈ 4 ഇൻഗ്രീഡിയൻസും ഇതും അരച്ചെടുക്കണം. ഇത്രയും സാധനം പൊടിച്ചെടുക്കണം. ഇത് 2 തേങ്ങയുടെ പാലെടുത്ത് പിഴിഞ്ഞ് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഒരു ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് വരുന്ന ക്രീം മാത്രം എടുത്തതാണ്. നമ്മൾ ഇതെല്ലാം മിക്സിയിൽ അരച്ചെടുക്കുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ ക്രീം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. കയ്യോന്നില മാത്രം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അരിപ്പയിലൂടെ അരിച്ച് ഇതിലോട്ട് ഒഴിക്കണം. ഈ കയ്യോന്നില നല്ലപോലെ കയ്യിൽ നമുക്ക് കറുത്ത ഇത് വരും. അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതാണ് വളരെ നല്ലത്. ഇത് ആംലയും ഇഞ്ചിയാണ്, നെല്ലിക്കയും ഇഞ്ചിയും. ഇത് ഇലവർഗ്ഗങ്ങളെല്ലാം അരച്ചെടുത്തതാണ്, അതെല്ലാം ഒന്നിച്ചിടണം. ആദ്യം വെറ്റ് ഐറ്റമാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തതാണ്, അതെല്ലാം ഫസ്റ്റിലിടുക. പൊടിച്ചത് എല്ലാം ഈ പാത്രത്തിലെല്ലാം കൊള്ളില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലോട്ടാക്കുക. ഇത് തേങ്ങാപ്പാലിൻ്റെ ക്രീം എടുത്തതാണേ. ഇതിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കണം. ഈ വെളിച്ചെണ്ണ നമ്മളിപ്പോൾ 2 ലിറ്റർ ഒഴിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ 200 ഗ്രാം ആവണക്കെണ്ണ, നല്ലെണ്ണ 200 ഗ്രാം. ആദ്യം നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇതാകുമ്പോഴത്തേക്ക് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നല്ലപോലെ തിളച്ച് വരും. ഈ ഓയിൽ നല്ലപോലെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ പതയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുക. പിന്നെ കുറേ ഇതായതിന് ശേഷം ഏകദേശം മൂത്ത് വരാറാകുമ്പോഴത്തേക്ക് നല്ലെണ്ണയും ആവണക്കെണ്ണയും ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് വരുമില്ല. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് ഉണ്ടാക്കിയാൽ മതി. നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വരും. ഇതിപ്പോൾ എണ്ണ പാകം ആയി കഴിഞ്ഞു, ഏകദേശം നമുക്ക് എടുക്കാറായി. അപ്പോൾ ഈ ഡ്രൈ ഐറ്റം എല്ലാം അതിലോട്ട് ഇടണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒരു 2 മിനിറ്റ്സ് സിമ്മിലിട്ടതിന് ശേഷം എണ്ണ അരിച്ചു മാറ്റണം. ഈ എണ്ണ നമുക്ക് 1 വർഷം വരെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇടയ്ക്ക് ഒരു 1-2 മാസം കൂടുമ്പോഴത്തേക്ക് വെയിലത്തൊരു 2-3 മണിക്കൂർ വയ്ക്കുക. എന്നിട്ടെടുത്ത് തിരിച്ചടച്ച് വയ്ക്കുക. അങ്ങനെ നമ്മൾ വെച്ച് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് എന്നൊന്നും നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.